PFI ഒരു നിരോധിത സംഘടനയാണ്. അതിലുള്ള പല അണികളും പല പാർട്ടികളിലും കയറി പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ NIA കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഒരു തരത്തിലും PFIയെ വളർത്തില്ല. ഏത് പാർട്ടിയിൽ ചെന്ന് കയറിയാലും നുഴഞ്ഞു കയറിയാലും അവിടെ നിന്നെല്ലാം പിടിച്ചു പുറത്താക്കി ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ ശപഥം ചെയ്തിരിക്കുന്നത്. PFIയുടെ ഭാവി അത് മൊത്തത്തിൽ തീർന്നതാണ്. എങ്കിലും ഇനി ഒരു വളർച്ചയുണ്ടോ? ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംഘം അതിൽ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ആളുകളുടെയും പിന്നിൽ തന്നെ ആയിരുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നത്? കാരണം ഒരു സംഘടനയെ ഒരു ഗവൺമെൻറ് നിരോധിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അവരിനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കലാണ്. അത് കൃത്യമായിട്ട് ഇവരുടെ കാര്യത്തിൽ നിരീക്ഷണത്തിലാണ്. ഇവർ കുറേ നാളുകളായിട്ട് NIAയുടെ നിരീക്ഷണത്തിലാണ് ഇവരെല്ലാം വന്നു വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ചലനങ്ങൾ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം എന്താണ്? പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു, ശരിയാണ്. അതിൻ്റെ പ്രവർത്തകർ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ നിലവിലുള്ള അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. നുഴഞ്ഞു കയറി അവർ ആ പാർട്ടി കോൺഗ്രസിലേക്ക് നുഴഞ്ഞു കയറിയവരുണ്ട്, CPMലേക്ക് നുഴഞ്ഞു കയറിയവരുണ്ട്, ചില ആളുകൾ BJPയിലേക്ക് വരെ നുഴഞ്ഞു കയറിയിട്ടുണ്ടല്ലോ. അങ്ങനെ നുഴഞ്ഞു കയറിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തലോ CPMനെ ശക്തിപ്പെടുത്തലോ അല്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറിയത് മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തലല്ല. പകരം അവരുടെ അജണ്ടകളുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ടിന് എന്തൊക്കെ അജണ്ടകൾ നേരത്തെ ഉണ്ടായിരുന്നു, ആ അജണ്ടകൾ എങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വഴി നടപ്പിലാക്കാനായിട്ട് കഴിയും എന്നാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവരെല്ലാം ട്രെയിൻഡ് കക്ഷികളാണ്. വളരെ കൃത്യമായിട്ട് അധോലോകങ്ങളിൽ തന്നെ വെച്ച് പരിശീലനം നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അതിൻ്റെ മുന്നണിയിലുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഇവരുടെ പേരുകളുണ്ട്, അവരുടെ അക്കൗണ്ടുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവർ പോയിരുന്ന് പണം ശേഖരിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ട്. ആ ശേഖരിക്കപ്പെടുന്ന പണം എന്തിനുപയോഗിക്കപ്പെടുന്നുണ്ട് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് വീണ്ടും പോപ്പുലർ ഫ്രണ്ടിനെ തന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവരുടെ അജണ്ടകൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഒരു നല്ല മുറുക്ക പിടിക്കൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ അക്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്തു? കണ്ടെത്തി, മരവിപ്പിച്ചു. ഇനി അതിൻ്റെ പ്രവർത്തനം തുടരാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവരതുകൊണ്ട് അവസാനിക്കില്ല. അവർ വേറെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോഴും. പക്ഷേ അന്വേഷണ നിരീക്ഷണ സംഘങ്ങൾ ഇവരുടെ പിന്നാലെ ഉണ്ടാകുകയും അവർക്ക് ഇന്ത്യയിൽ അവരുടെ പഴയകാല പ്രതാപത്തോടുള്ള പ്രവർത്തനം അസാധ്യമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഇവർ വിട്ടാൽ മാത്രമാണ്, എന്ന് വെച്ചാൽ അന്വേഷണ സംഘം അവരെ വിട്ടാൽ മാത്രം അവർക്ക് കുറച്ച് സ്വതന്ത്രമായിട്ട് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് 2047 ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കർഷക സമരത്തിലൊക്കെ ഫണ്ടിറക്കിയതും സിദ്ദിഖാപ്പനെ പോലുള്ളവർ അറസ്റ്റിലായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ BJP സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം PFI ഒരു തരത്തിലും ഇവിടെ തഴച്ചു വളരാൻ, ആ ഭീകരതയുടെ മുഖം ഒരിക്കലും ഇവിടെ വേരുറപ്പിക്കാൻ BJP സർക്കാർ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഈ അറസ്റ്റിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് സർക്കാരാണ് വരുന്നത് എങ്കിൽ എപ്പോഴും പ്രത്യേകിച്ച് പാകിസ്ഥാനോടൊക്കെ വളരെ മമതയാണ് കോൺഗ്രസ് സർക്കാരിന്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യ വീണ്ടും പഴയപടി ഒരു ഭീകരതയുടെ അല്ലെങ്കിൽ ഇത്തരം ഭീകര സംഘടനകളുടെ പിടിയിലൊക്കെ ആയി ഇവരുടെ അജണ്ടകൾ നടപ്പാക്കുന്ന തരത്തിലേക്ക് പോകുമോ? ചിലർ അങ്ങനെ ഭയക്കുന്നുണ്ട്. അല്ല, ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. ഭീകരപ്രവർത്തകർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് ഉള്ള ലക്ഷ്യവും അതിന് ആവശ്യമായിട്ടുള്ള പരിശീലനവും പദ്ധതികളൊക്കെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഗവൺമെൻറ് വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇപ്പോൾ BJP ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ BJP ഗവൺമെൻറ് അല്ല മറ്റൊരു ഗവൺമെൻറ് വന്നാലും തുടരേണ്ടി വരും. അതല്ലാതെ BJP ഗവൺമെൻറ് തുടർന്ന് വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, കാരണം ഇത് രാജ്യസുരക്ഷയെയും അതുപോലെ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെ കൈവിട്ട് കളിക്കാനായിട്ട് ഇപ്പോൾ BJP ഗവൺമെൻറ് പകരമായിട്ട് മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പകരം ഒരു കൊയിലേഷൻ ഗവൺമെൻറ് ആയിരിക്കും വേണമെങ്കിൽ
BJP ഗവൺമെൻറ്റിന് പകരമായിട്ട് വരിക. അത് BJP ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം പോലെ ആയിരിക്കും. കൂടുതൽ മോശമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് അവർ പോയി. കൂടുതൽ മോശമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ക്ഷേമപ്രവർത്തന സൗകര്യങ്ങൾ ലഭിച്ചാൽ BJP ഗവൺമെൻറ്റിനെ ഉപേക്ഷിച്ച് വേറെ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ ജനങ്ങൾ ആഗ്രഹിക്കില്ല. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാരാണെന്ന് ഈ സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് തുടരാം. അതല്ല, ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നയങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ BJP സർക്കാർ മാറേണ്ടി വരും. ഏത് സർക്കാരും അങ്ങനെയാണ്. അഴിമതിയിൽ സർക്കാർ മുങ്ങിക്കഴിഞ്ഞാൽ മാറേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം, വലിയ കോർപ്പറേറ്റുകൾ, അദാനികൾ, അതേപോലെയുള്ള കക്ഷികളൊക്കെ ആയിട്ടുള്ളവരുടെ ബന്ധം ആണ് BJPയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് സംശയകരമായിട്ടുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ടിന്നുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അവർ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ വീണ്ടും ഭരണത്തിൽ തുടരാനായിട്ട് കഴിയും. അതാണ് ഒരു വശത്ത് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യക്കുള്ള ഒരു മൾട്ടി കൾച്ചറൽ ഫേസ് എന്ന് പറയുന്നത്, ബഹുസ്വരത എന്ന് പറയുന്നത് നശിപ്പിക്കാനായിട്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും അവർ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അവർ ബഹുസ്വരതയ്ക്കെതിരെ നിൽക്കുന്ന, മൾട്ടി കൾച്ചറിസ്റ്റിക് ക്യാരക്ടറിനെതിരെ നിൽക്കുന്ന, നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. അത് തകർക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ ജനവികാരം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ, വ്യത്യസ്തരായ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നത്. അത് നിലനിർത്തണം. അത് നിലനിർത്താൻ ഏത് സർക്കാരും ബാധ്യസ്ഥമാണ്. ഈ 2 കാര്യങ്ങളിലും ജാഗ്രതയുടെ സമീപനം അവർ സ്വീകരിച്ചില്ലെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊല്യൂഷൻ മിനിസ്ട്രി ആകാനുള്ള സാധ്യത അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മേഖലകളിൽ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം പിന്തുടരേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ അവർക്ക് കണ്ട ഈ ഭീകരപ്രവർത്തകർ കഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഒരു കാരണവശാലും ആ സർക്കാരിന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഇത്തരത്തിൽ ഇനി PFI ഇപ്പൊ പറയുന്ന പോലെ CPM-ലേക്കും കോൺഗ്രസിലേക്കും മറ്റ് മുസ്ലിം ലീഗിലേക്കും മറ്റു പാർട്ടികളിലേക്കും നുഴഞ്ഞു കയറിയവരുടെ ലക്ഷ്യം ഈ പാർട്ടിയിലുള്ളവർ മനസ്സിലാക്കേണ്ടതല്ലേ? കാരണം PFI എന്ന് പറയുന്നത് ഒരു സമാധാന സംഘടനയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോ അല്ല. അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടി അവർ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഒരു അവസരം കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് പലതിലേക്കും അവർ മാറി ഇപ്പൊ മാക്സ് 7 പോലെയുള്ളതൊക്കെ രൂപീകരിക്കുന്നത്. അവരുടെ തന്ത്രങ്ങൾ മെനയാനെന്നുള്ള പല വിമർശനങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് ഈ ചെന്ന് കയറിയിരിക്കുന്ന പാർട്ടികളല്ലേ? ആ പാർട്ടികൾ നിരീക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ പാർട്ടികൾ അപകടത്തിലാവും. കാരണം പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സമരം നടക്കുകയാണ്. ആ സമരം ഇപ്പോൾ CPM ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു, കേന്ദ്രവിരുദ്ധ സമരം സാധാരണ നടന്ന. അതിൽ ഇവരെല്ലാം നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ ആ സമരത്തെ അക്രമാസക്ത സമരമായിട്ട് മാറ്റാൻ പറ്റും. പോലീസിനെ ആക്രമിക്കാൻ കഴിയും, വെടിയിപ്പുണ്ടാക്കാനും പലതരത്തിലുള്ള കലാപങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇവർ ശ്രദ്ധിക്കണം. ഇവരുടെ അജണ്ടയല്ല അവിടെ നടപ്പാക്കപ്പെടുന്നത്. പകരം ഈ പോപ്പുലർ ഫ്രണ്ടിലെ ആളുകൾ അവരുടെ അജണ്ട ആയിരിക്കും നടപ്പാക്കുക. അതൊരു സമരത്തിൽ മാത്രമല്ല, എല്ലാ സമരത്തിലും, ആര് നടത്തുന്ന സമരത്തിലും. പലപ്പോഴും നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഒരു പാർട്ടിയും ഏറ്റെടുക്കാത്ത സമരങ്ങളൊക്കെ ഉണ്ട്. ആ സമരങ്ങളൊക്കെ നടത്തുന്ന ഇടത്ത് ഇവർക്ക് ഇതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നുഴഞ്ഞു കയറാനായിട്ട് വരും. ഇപ്പോൾ മേധാ പട്കർക്ക് പോലെയുള്ള വളരെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സമരങ്ങളുണ്ട്. ആ സമരങ്ങളിൽ പോലും ഇവരൊക്കെ വേണമെങ്കിൽ കടന്നു കയറാൻ സാധ്യതകളാണ്. അപ്പം അതൊക്കെ തിരിച്ചറിയപ്പെടും. ഒരു പ്രാവശ്യം ചിലപ്പോൾ വല്ല അബദ്ധം സംഭവിച്ചേക്കാം. അതിനപ്പുറത്ത് അവരെയൊന്നും ഉൾക്കൊള്ളാനോ അവരെ അടുത്ത് നിർത്താനോ ഇവരാരും തയ്യാറാവില്ല. കാരണം നുഴഞ്ഞേറ്റക്കാർ അവരുടെ സ്വഭാവം കാണിച്ചാൽ അവർ പിടിക്കപ്പെടും. അവർ പിടിക്കപ്പെട്ടതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടും. അല്ലെങ്കിൽ അവരെ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു സംവിധാനം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പൊതുസമൂഹത്തിന് താല്പര്യമുള്ളതല്ലല്ലോ ഈ ഭീകരപ്രവർത്തനം എന്ന് പറയും. അതുകൊണ്ട് ഇവർക്ക് അധികകാലം ഒരു പാർട്ടിക്കകത്തും കഴിഞ്ഞുകൂടാൻ കഴിയില്ല. കുറച്ച് കാലമൊക്കെ എല്ലാവരും ഒക്കെ പറ്റിച്ച് അതിനകത്തൊക്കെ നിൽക്കാനായിട്ട് പറ്റും. അത് കഴിയുമ്പോൾ ഇവനവൻ്റെ സ്വഭാവം കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ അത് അവർ തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ അവർ പുറത്താക്കപ്പെടും. അതായത് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കാനായിട്ടുള്ള സാധ്യത ഇന്ത്യയിലില്ല എന്ന് മാത്രമല്ല ലോകത്തൊരിടത്തുമില്ല എന്നുള്ളതാണ്.